ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന പോലെ കുറച്ച് ദിവസം പഴക്കമുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേയുടെ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ തൊണ്ട കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ പാട്ടിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ തൊണ്ട കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കുറച്ച് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയായിരുന്നു. എൻ്റെ സൗണ്ട് എൻ്റെ അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. ആ ഒരു അവസ്ഥയായിരുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട മൊമെൻറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ഇതെനിക്ക് ഉപേക്ഷിക്കാനും തോന്നിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് കൊടുത്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്കാണ്. അവളുടെ ലൈഫിൽ അവൾ ഒരുപാട് കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാം ഗിഫ്റ്റ് ചെയ്യുന്ന കേക്കൊക്കെയാണ് അവൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ 3 പേരാണ്. നമ്മൾ 3 ആളും നമ്മുടെ ബർത്ത്ഡേക്കൊന്നും കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് വളർന്നത്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ. എനിക്ക് ഇപ്പം എന്താണ്, ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു തവണ കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ബർത്ത്ഡേക്ക് കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട്. അവളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവരാണ് കൊടുത്തത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എങ്കിലും പറ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. ഏറ്റവും ഒരേ ഒരാള് അല്ല അല്ല സത്യമായിട്ട് ആരായിരിക്കും നിനക്ക് ഗിഫ്റ്റ് തരാൻ? നീ കൂടുതൽ ആഗ്രഹിക്കുന്ന ആരായിരുന്നായിരിക്കും ഗിഫ്റ്റ് മേടിക്കാൻ? പറഞ്ഞത് ആരോടാ? അങ്ങനെയൊന്നും പറയാതെ ആരുമില്ല. നോക്ക്, നീ തുറക്ക്. അല്ല തുറക്ക്. ഇനിയില്ല, ഇനി ചാൻസ് ഇല്ല. ബേബി ഒന്നുമില്ല. സൂക്ഷിച്ച് തുറക്കേ, സൂക്ഷിച്ച് തുറക്കണേ. ഡിസ്ക്ലെയിമർ, യാതൊരു ബന്ധവും. അയ്യോ കേട്ടു തുടങ്ങി. എവിടുന്നേലും ഒക്കെ തുറക്കുന്നേ. അതാ സൂക്ഷിച്ച് തുറക്കേ. ആരാ? സൂക്ഷിച്ചേ. അയ്യോ പറ. കൊറേ കൊണ്ടുപോയി കളയുന്നുണ്ടായിരിക്കും. അതെടുത്തു എടുപ്പ്. ഇങ്ങോട്ട് തിരിക്ക്, വെച്ചിട്ട് ഇങ്ങോട്ട് തിരി. അശ്വിൻ ഇങ്ങോട്ട് തിരി. ഇഷ്ടപ്പെട്ട ഇനി പറ. ചേച്ചി സീരിയസ്ലി എന്റെ വീട്ടിലെത്തിയ സാധനം. ചേച്ചി വിളിക്കട്ടാ. വിളി വിളി. ഞാൻ വിളിക്കാൻ പോണം. പക്ഷെ അതൊക്കെയായിരുന്നു അശ്വിനി. ഹലോ ഹലോ ചേച്ചി, ഞങ്ങൾ അശ്വിനിയുടെ ഫ്രണ്ടാണ്. അവൾ ഗിഫ്റ്റ് കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. ഒന്ന് പറഞ്ഞാണ്. ചേച്ചിയാണ്.
അല്ലോ എടി, ഇങ്ങോട്ട് തിരിയടി. ചേച്ചിയെ കൊണ്ടുവന്ന അല്ലോ ചേച്ചിയെ കൊടുത്തുട്ടാ അതോടെ നോക്കി. അവര് ഗസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ചേച്ചിയുടെ തന്നെ തേയില. താങ്ക് യു സോ മച്ച്. അവളപ്പോൾ ആ ഗിഫ്റ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഭയങ്കര എക്സൈറ്റഡായി എന്നെ വിളിച്ചിരുന്നു. പിന്നീടാണ് ഞാനെല്ലാം റിവീൽ ചെയ്തത്. ഇതൊരു സർപ്രൈസായിരുന്നു. പിന്നെ പതിവുപോലെ നമ്മൾ വെഞ്ഞാറമൂട്ടിൽ വന്നു ഒരു ചായ എല്ലാം കുടിച്ചു. നല്ല ചൂടുള്ള ഇത് തന്നെ നമ്മൾ എന്താ പറയുക, കുണ്ട്, ഇവിടെ ഗുണ്ടെന്നാണ് പറയുക. ചേട്ടനൊരു കുഞ്ഞു സാധനം ഫ്രീ കിട്ടിയതാണ്, ഒരു കുഞ്ഞാണ് കിട്ടിയത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് തിരുവാതിര കളിച്ചതിൻ്റെ. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഡിന്നറ്, മരിച്ചീനി അവിച്ചതും. പിന്നെ ഇത് അമ്മയുടെ സ്പെഷ്യൽ കുമ്പിളപ്പം, ഇന്ന് പണിക്കാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ആറ്റുമീൻ പൊരിച്ചതായിരുന്നേ. പിന്നെ ഉണ്ടായിരുന്നത് ഇതെൻ്റെ അച്ഛൻ എനിക്കായിട്ട് ഒരാളുടെ അടുത്തുനിന്ന് മേടിച്ചു കൊണ്ട് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ആറ്റുമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കൊതി പറയുമ്പോഴത്തേക്ക് അച്ഛൻ പോയി വാങ്ങിയിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ആരെങ്കിലും കൊണ്ട്, മിക്കവാറും നമ്മുടെ അവിടെ പുഴയുണ്ട്, നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് വാമനപുരം നദി ഒഴുകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടൊക്കെ പിടിപ്പിച്ചുകൊണ്ട് തരും. അപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന്. പിന്നെ ഞാനിത് ക്ലീൻ ചെയ്യാൻ വളരെ എക്സ്പേർട്ടൊന്നുമില്ല. ബാക്കിയുള്ള മീനെല്ലാം ക്ലീൻ ചെയ്യും. പക്ഷേ ഈ പുഴമീൻ വൃത്തിയാക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. സാധാരണ എനിക്ക് എൻ്റെ അമ്മയാണ് ചെയ്തു തരാറ്. അപ്പം അമ്മ അംഗൻവാടിയിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ അമ്മയ്ക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയ്ക്കും സമയം കിട്ടിയില്ല. അമ്മ കുറച്ചെടുത്ത് പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതും വൃത്തിയാക്കി തന്നേനെ. പിന്നെ ഞാൻ വന്ന് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. പക്ഷേ എന്നാലും രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെയും കുറച്ച് മീനൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പൊരിച്ച് വേറെ ദിവസം കാണിക്കും.